ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുടെ MBBSൻ്റെ ഫീ ഹൈക്കിനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 16-ാം തീയതി വന്നിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ, ഫീ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ. അത് ഭയങ്കര പ്രതിഷേധങ്ങൾക്കൊക്കെ വകവെച്ച് കാണല്ലോ അല്ലേ, കാരണം ഭയങ്കരമായ ഫീ ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആയ ഒരു നോട്ടിഫിക്കേഷൻ. അതിലൊരു 10 കോളേജുകളെ പറഞ്ഞിട്ടുണ്ടായല്ലോ. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, മലബാർ മെഡിക്കൽ കോളേജ്, ശ്രീഗോകുലം, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കരുണ, മൗണ്ട് സിയോൺ, പിന്നെ അൽ-അസ്ഹർ, KMCT, DM വിംസ്, ബിലീവേഴ്സ് ചർച്ച്, അതിൻ്റെയൊക്കെ ഫീ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ത്രൂ ദ ഫീ സ്ട്രക്ചർ ഓഫ് അതർ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജസ് ഹാസ് നോട്ട് റിസീവ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിഗാർഡിംഗ് റെമിറ്റൻസ് ഓഫ് ഫീ ഷോൾ ബി ദ അപ്ലിക്കബിൾ ടു കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ഇൻ ദീസ് കോളേജസ്. അപ്പോൾ അത് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഇതിപ്പോൾ ഇന്ന് ബാക്കി ഒരു 8 കോളേജുകളുടെ കൂടെ വന്നിട്ടുണ്ട്. സോമർവെൽ മെമ്മോറിയൽ CSI കോളേജിൻ്റെ വന്നിട്ടുണ്ട്. 12 ലക്ഷമാണ് കേട്ടോ ഫീ വരുന്നത്. പിന്നെ KMCT, മൗണ്ട് സിയോനൊക്കെ ഉണ്ടായിരുന്നതാണ്, അൽ-അസ്ഹറൊക്കെ ഉണ്ടായിരുന്നതാണ്. അസീസിയ പുതുതായി വന്നിട്ടുണ്ട്. അസീസിയയിൽ 20 ലക്ഷമാണ്. MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ 10 ലക്ഷമാണ്. അപ്പോൾ അമല ജൂബിലി, മലങ്കര ഓർത്തഡോക്സ്, പുഷ്പഗിരി, അതാണ് ഇപ്പോൾ ഏറ്റവും കുറവ് നമ്മൾ കാണുന്ന ഒരു 7 ലക്ഷത്തി റേഞ്ചിൽ. ബാക്കി എല്ലാവർക്കും അന്യായമായ ഫീ ആണ് നിലക്കിലാണ് ഫീ കൂട്ടിയിരിക്കുന്നത്. പിന്നെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളത്ത് 15 ലക്ഷമാണ്. PK ദാസ് 16 ലക്ഷം ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കരുണ മെഡിക്കൽ കോളേജിൽ 16, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലത്ത് 11, മലബാർ 12.37, ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് 12.65 വന്നിട്ടുണ്ട്. DM വിംസ് മെഡിക്കൽ കോളേജ് വയനാട് 15 ലക്ഷമാണ്. ബിലീവേഴ്സ് ചർച്ച് 11.50 കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ്. ഇഷ്യൂഡ് ഇൻ കംപ്ലയൻസ് വിത്ത് ദ ഓണറബിൾ ഹൈക്കോർട്ട് ഓർഡർ നമ്പർ 13-ാം തീയതിയുള്ള ഹൈക്കോർട്ട് ഓർഡറിൻ്റെ ബേസിസിലാണ് ഇത് ഇട്ടേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾ നിങ്ങൾ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കാനുള്ള സമയമാണല്ലോ അല്ലേ ഇന്ന്. അപ്പോൾ ഫീ ഹൈക്കാണെന്ന് വിചാരിച്ചിട്ട് ആരും ഓപ്ഷൻസ് കൊടുക്കാതിരിക്കരുത്. കാരണം ഇനിയിപ്പോൾ എങ്ങാനും വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായാലോ, പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷം വല്ല കുറവ് കിട്ടിയാലോ, അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ് എല്ലാം കൊടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം, നിങ്ങളെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ തൽക്കാലം അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.